പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇവിടെ ഇന്ന് ജനുവരി 9 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകൾ, ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, പാസ്പോർട്ടുകൾ, നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ, നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുമ്പോഴും സ്വീകരിക്കുന്നതിന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ
സാമ്പത്തികമായ ബാധ്യതകളും കടങ്ങളുള്ളവരെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാർ, റബ്ബർ കൃഷിക്കാർ, റബ്ബർ ടാപ്പ് ചെയ്യുന്നവർ, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവർ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവർ, അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കാര്യങ്ങൾ നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. വിറ്റുമാറാനുള്ള സാധനങ്ങൾ, വള്ളങ്ങളുണ്ടാകും, വലകളുണ്ടാകും, വീടുണ്ടാകും, സ്ഥലമുണ്ടാകും, ഇങ്ങനെയെല്ലാം അതെല്ലാം പെൻഡിങ്ങിൽ കിടക്കുന്ന കാരണം നിൻ്റെ കടങ്ങളുടെ പലിശകൾ കൂടുന്നവരുണ്ട്. കർത്താവേ, ഞാൻ അവരെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. തടസ്സമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കേരള സഭാ ചരിത്രത്തിലെ രസകരമായ ചില അധ്യായങ്ങളുണ്ട്. 1870 മുമ്പ് ഈ ബെർണാഡ് ബെച്ച്നെല്ലി പിതാവ് വരാപ്പുഴ വികാരിയാത്ത് ഭരിക്കുന്നതിന് മുമ്പ് ഒരു പിതാവ് ഭരിച്ചിരുന്നു. അതായത് 1830-31 കാലഘട്ടത്തിലെ ഒരു പിതാവ് ഭരിച്ചിരുന്നു. അതായത് അദ്ദേഹം ആണ് ബിഷപ്പ് സ്റ്റബിലീനി. ഈ സ്റ്റബിലീനി എത്താതിന് മുമ്പ് ഈ 27, കാരണം ഈ കാലഘട്ടങ്ങളിലൊക്കെ വ്യത്യസ്തങ്ങളായ വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ കേരള സഭയിൽ സിമിത്തേരിയൊക്കെ പണിയണത് 1870 തൊട്ടാണ്. ആ കുറേ നല്ല ഭക്ത കൃത്യങ്ങളും പരസ്യ പ്രവർത്തികളുടെ പുതിയ അധ്യായങ്ങളുണ്ടായിരുന്നു. ഇനി ഞാൻ ആ ഭാഗങ്ങളൊക്കെ വായിച്ചുകൊണ്ട സമയത്തെ പെട്ടെന്ന് ഒരു പിതാവിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് ഒരു പിതാവ് എൻ്റെ കാലത്ത് നമ്മുടെ കത്തോലിക്ക സഭയിൽ തന്നെ കുമ്പസാരിക്കണമെങ്കിൽ പൈസ കൊടുക്കണമായിരുന്നു. അത് നമ്മൾ പൈസ കൊടുക്കുന്നത് 2 അണ 4 അണയൊക്കെ കൊടുക്കുന്നത്. അമ്മ പറഞ്ഞത് 4 അണ. ഒന്ന് കുമ്പസാരിക്കുമ്പോൾ അങ്ങനെ കുമ്പസാരിച്ച് പാപമോചനം ശ്രമിക്കുമ്പോൾ ആ അച്ഛൻ്റെ നിത്യവൃത്തിക്ക് വേണ്ടി നമ്മൾ 2 അണ അല്ലെങ്കിൽ 4 അണ അല്ലെങ്കിൽ 1 അണ കൊടുക്കും. അപ്പോൾ ഈ ഒരു പിതാവ്, ബെച്ച്നെല്ലി പിതാവിനേക്കാൾ മുമ്പ് ഒരു പിതാവ് വന്നായിരുന്നു. അങ്ങേര് പറഞ്ഞ് പാവപ്പെട്ടവർക്ക് 4 അണ പോലും ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അത് സഭയുടെ പഴയ കാലമൊന്ന് ചിന്തിക്കണേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അരി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് കുമ്പസാരിക്കണേന് അച്ഛൻ കുമ്പസാരി കഴിയുമ്പോൾ നമ്മൾ 2 നാഴി അല്ലെങ്കിൽ 4 നാഴി അരി കൊടുക്കും അച്ഛൻ. അതൊരു കാലമാണെന്ന് ചിന്തിച്ചേക്കേ. അതെന്താ വെച്ചാൽ അത് പണ്ട് ഈ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. എനിക്കറിയാമല്ലോ അല്ലേ. നാണയമൊക്കെ കണ്ടുപിടിക്കണ മുമ്പും ആൾക്കാരുടെ ഈ നാണയമൊക്കെ എത്തിച്ചേരണ മുമ്പും ആൾക്കാരെ ചെയ്യണത് നമ്മളിപ്പോൾ വസ്തു കൊടുത്ത് വസ്തു വാങ്ങും. വസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ കിഴങ്ങ്, ചേമ്പ്, അതുപോലെ തന്നെ കാച്ചിലൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് മീനാണ് വേണ്ടത്. അപ്പം നമ്മൾ ചന്തയിൽ കൊണ്ടുപോകും. ചന്തയിൽ കൊണ്ടുപോയിട്ട് ഈ കാച്ചിൽ മീൻ തരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് കാച്ചിൽ ആവശ്യമുള്ളവരുണ്ടാകും. അവർക്ക് കാച്ചിൽ കൊടുത്തിട്ട് മീൻ വാങ്ങിക്കും. അതിനാണ് വസ്തു കൊടുത്തിട്ട് വസ്തു വാങ്ങിക്കണം, ബാർട്ടർ സിസ്റ്റം. ചില സമയത്തുണ്ടല്ലോ നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതവും ഒരു ബാർട്ടർ സിസ്റ്റം പോലെയാണ് ചില ആൾക്കാർ കൈകാര്യം ചെയ്യണത്. നമ്മളൊരു ലോഡ് സ്വർഗസ്വനായ പിതാവ് കയറ്റി അയക്കും. എന്നിട്ട് നമ്മളെ മാളെ കെട്ടിച്ചെടുക്കും, വസ്തു വിറ്റെടുക്കും. ഇങ്ങനെ ദൈവത്തിനൊരു വസ്തു കൊടുത്തിട്ട് നമ്മൾ വേറൊരു വസ്തു എടുക്കണ രൂപത്തിൽ. കാര്യം ഈ ഒരു ബന്ധമൊന്നും അധികകാലം നീണ്ടു നിൽക്കത്തില്ല, ദൈവമായിട്ട് പറ്റത്തില്ല. ഒന്നാമത്തേൽ ഈ അമേരിക്കയിലോട് ചെമ്മീൻ കയറ്റിയിടണ വിടണ പോലുള്ള പരിപാടിയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ളത്. അമേരിക്കയിലോട് ചെമ്മീൻ കയറ്റി വിടുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അവർ അത് റിജക്റ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് ബാക്ടീരിയ ആണെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ മനുഷ്യന്മാർ വരെ ബാക്ടീരിയ ആണെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മളെ കയറ്റി വിടുന്ന ജപമാലയും അല്ലെങ്കിൽ സ്തുതിപ്പും ആരാധനയും ഒക്കെ
ദൈവം ഈ കയറ്റി വിടുന്നത് ദൈവം ബാക്ടീരിയ ആണെന്നും പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. അതെന്താ കാര്യം? നമ്മുടെ വെറുപ്പ്, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, ഇതൊക്കെ ബാക്ടീരിയ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെയൊക്കെ എന്നല്ലേ ഇത് പോണത്. അപ്പോൾ ആ ബാക്ടീരിയ അതിനകത്ത് കയറും. അതുകൊണ്ടാണ് ഭജനം പറയണത്, ബാക്ടീരിയ പ്രാർത്ഥനയിൽ കയറിയ ആ പ്രാർത്ഥന മൊത്തം റിജക്റ്റഡ് ആവും. അതുകൊണ്ടാണ് ഭജനം പറയണത്, വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ലെന്ന്. എബ്രായർ 12:14. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധ്യമല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടാമിനേറ്റഡ് ആകാതിരിക്കാൻ വേണ്ടി അതിനകത്ത് ബാക്ടീരിയ, വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയൊക്കെ ബാക്ടീരിയ കയറാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പ്രാർത്ഥനയെല്ലാം ദൈവം അക്സെപ്റ്റ് ചെയ്യും. നമ്മളെ കൃപ കൊണ്ട് നമ്മളെ വിശ്വാസം വളർത്തുകയും നിലനിർത്തുകയും ചെയ്യും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.